ഹരി ഓം. കൽക്കിരൂപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 15ാമത്തെ പാഠത്തിൻ്റെ തുടർച്ചയാണ്. ഇത് ലൈവിൽ വന്ന് പറഞ്ഞ കാരണം ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഞാനിത് ഇടയ്ക്ക് കൂട്ടിച്ചേർത്ത പാഠങ്ങളാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ 9, 10, 11 ഗുരുക്കന്മാരെ കുറിച്ചാണ്. 9ാമത്തെ ഗുരു എന്ന് പറഞ്ഞാൽ ശ്രീ മാതാ അമൃതാനന്ദമയി അമ്മയാണ്. 10ാമത്തെ ഗുരു എന്ന് പറയുന്നത് ശ്രീ ബുദ്ധ ഭഗവാനാണ്. 11ാമത്തെ ഗുരു എന്ന് പറയുന്നത് ശ്രീ മഹാവീരനാണ്. മാതാ അമൃതാനന്ദമയി അമ്മയെ എനിക്ക് കിട്ടുന്നത് 1995-ലാണ്. 1990 മുതൽ ഞാൻ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം ബോംബെയിൽ മലാഡ് ഈസ്റ്റിലെ കുറാർ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ ടീച്ചറായിട്ട് ജോലി കയറി. അന്ന് എനിക്ക് BEd ഒന്നും ഇല്ലായിരുന്നു. അന്ന് അവിടെ വെച്ചാണ് ഞാൻ അയ്യപ്പൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അവിടുത്തെ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിരുന്നു. 1995-ലാണ് എൻ്റെ മുത്തശ്ശി മരിക്കുന്നത്. എൻ്റെ അമ്മയേക്കാൾ എനിക്ക് ജീവനായിരുന്നു എൻ്റെ മുത്തശ്ശി. ആ മുത്തശ്ശിയുടെ മരണം എന്നെ ആരും അറിയിച്ചില്ല. ആ ഒരു മരണം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു. ജീവിതത്തിൽ ആയിരം പ്രതിസന്ധികൾ ഞാൻ ഒറ്റയ്ക്ക് തരണം ചെയ്ത ഒരാളാണ്. ഒരിക്കലും ഞാൻ തളർന്നിട്ടില്ല. പക്ഷേ മുത്തശ്ശിയുടെ മരണം എന്നെ വല്ലാതെ തളർത്തി. ആ സമയത്താണ് അയ്യപ്പൻ ചേട്ടന് മാതാ അമൃതാനന്ദമയി അമ്മയുടെ ഒരു ജീവചരിത്രം എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നത്. ഞാനത് വായിച്ച് അമ്മയിലേക്ക് ആകൃഷ്ടയായി. അമ്മയെ കാണാൻ ആഗ്രഹിച്ചു. അടുത്ത വർഷം 1996-ലാണ് അമ്മയുടെ ദർശനം ഉണ്ടാകുന്നതിന് ശേഷം 10 വർഷം തുടർച്ചയായിട്ട് അമ്മയുടെ ദർശനം കിട്ടി. അമ്മയിൽ കൂടിയാണ് എനിക്ക് ആൽപ്പജ്ഞാനം കിട്ടിയത്. ഞാൻ ഭഗവാനെ കണ്ടെത്തുന്നതും എല്ലാ കാര്യങ്ങളും സംഭവിച്ചതിന് ശേഷമാണ്. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ മഹാവീരനെ കുറിച്ചും ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 16ാമത്തെ പാഠമാണ്. മാതാപിതാ ഗുരുദൈവം എന്ന തത്വമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവിനെ കുറിച്ചാണ് നമ്മൾ വിശദമായി കുറേ ദിവസങ്ങളായിട്ട് പഠിക്കുന്നത്. എനിക്ക് 13 ഗുരുക്കന്മാരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 6, 7, 8 ഗുരുക്കന്മാരെ ഞാൻ ലൈവിൽ വന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്തി. ഇന്ന് നമ്മൾ 9, 10, 11 ഗുരുക്കന്മാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ 3 ഗുരുക്കന്മാരെ എനിക്ക് ഒരേ സമയത്താണ് കിട്ടിയത്. അതായത് 1995-ൽ. ആദ്യം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ മാതാ അമൃതാനന്ദമയാണ്. മാതാ അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ 1.5 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ശ്രീബുദ്ധനെ കുറിച്ച് അല്പം പറയാൻ പോവുകയാണ്. എങ്ങനെയാണ് എനിക്ക് ശ്രീബുദ്ധൻ ഗുരുവായെന്ന്. 1995-ൽ 2 വലിയ സ്വപ്നങ്ങളാണ് എൻ്റെ സാക്ഷാത്കരിച്ച്. ഒന്ന്, 11 വർഷമായിട്ട് കിട്ടാതിരുന്ന BEdൻ്റെ അഡ്മിഷൻ കിട്ടി. 1984-ലാണ് ഞാൻ BSc ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത്. പക്ഷേ 11 വർഷത്തിന് ശേഷമാണ് BEdന് അഡ്മിഷൻ കിട്ടിയത്. അതുപോലെ തന്നെ കയറി കിടക്കാൻ ഒരു കൊച്ചു കൂര, അതെൻ്റെ സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിച്ചത് 1995-ലാണ്. ഒരു ചേരിയിലാണ്, ഒരു കൊച്ചൊരു വീടെന്നൊന്നും പറയാനില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ബുദ്ധമതക്കാരായിരുന്നു. അവർ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. 13 വർഷത്തോളം അവരുടെ സഹായം ഞങ്ങൾ കിട്ടി. അവിടെ ചെന്നതിന് ശേഷം 2 മക്കളുണ്ടായി. ആ മക്കളെ നോക്കിയിരുന്ന സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവർ വലിയ സഹായമായിരുന്നു. അവരിലായിരുന്നെങ്കിൽ എനിക്ക് ആ ജീവിതമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായേനും. എന്തായാലും ശ്രീബുദ്ധൻ്റെ രൂപത്തിൽ എനിക്ക് സഹായമായിട്ട് വന്നത് ബുദ്ധമതക്കാരാണ്. അതുകൊണ്ടാൽ ഞാൻ ശ്രീബുദ്ധനെ എൻ്റെ ഗുരുവായി സ്വീകരിച്ചു. ഇനി അടുത്ത മഹാവീരന് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ